അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേതാക്കളുടെ കൂടുമാറ്റവും സജീവമായി. വർഷങ്ങൾ പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ നേതാക്കൾ നിരത്തുന്ന കാരണങ്ങളാണ് രസം. ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ചില കൂടുമാറ്റങ്ങൾ പരിശോധിച്ചാൽ ഒട്ടേറെ സമാനതകൾ കാണാം. അവരുടെ ന്യായീകരണങ്ങളും കുറച്ച് വിചിത്രമായി തോന്നും. പ്രവർത്തിക്കുന്ന പാർട്ടിയോടുള്ള അതൃപ്തി, എതിർ പാർട്ടിയിൽ നിന്നുള്ള ക്ഷണം, ആലോചന, കൂടിയാലോചന, വീണ്ടും ഒരു ആലോചന. ഇനി കൂടുതൽ ഒന്നും ആലോചിക്കാനില്ലെന്ന മിനിമം 3 പേരുടെ ഉപദേശം. അപ്പോഴേക്കും മൈൻഡ് സെറ്റ്. നമ്മളോടൊന്നും തോന്നല്ലേ? ഞാൻ സഞ്ചിയവാനുമില്ല, സഹവാനുമില്ല. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഒരു പാട്ട് കേട്ടോ, പാട്ടോ. എന്നെ അനുഗ്രഹിക്കണം. അംഗത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുവരെ സ്ഥാനമാനങ്ങൾ നൽകിയ പാർട്ടിയെ കുറിച്ചുള്ള ഡയലോഗ് എന്തായിരിക്കുമെന്ന് ചേക്കിലെ മയിൽ കുറ്റിക്ക് വരെ അറിയാം. അവരെ അവഗണിച്ചു എന്ന് മാത്രമല്ല, അവഗണിക്കപ്പെടുന്ന മനസ്സ് മടുത്താണെന്ന് തന്നെ പറയാം. പക്ഷെ എനിക്ക് അവിടെ നിന്നുണ്ടായ അവഗണനയും അവഗണന അടിമത്തം അപകർഷ ജീവിതം, അവഗണന അടിമത്തം അപകർഷ ജീവിതം. ഉപാധികളില്ലാതെ ഉപാധികളൊന്നുമില്ലാതെ പാർട്ടിയിലേക്ക് ചേരുന്നത്. എനിക്കൊരു ഉപാധിയില്ല, അറിയാമല്ലോ. നീ BJP വരുമ്പോഴും ഞാൻ ഒരു സ്ഥാനമാനവും നോക്കിയല്ല ഞാൻ വന്നിരിക്കുന്നത്. BJPയിലേക്ക് പോകുന്നത് ബഹുമാനിയായ മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദിജി ഗവൺമെന്റ് ഒരുപാട് കാര്യം, അതുപോലെ തന്നെ വനിതാ സംവരണം, വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം, ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? കുറച്ചു കാലങ്ങളായി മോദിജിയുടെ ആ രീതികളും എല്ലാം പഠിച്ചപ്പോൾ എനിക്കൊറ്റ കാര്യത്തിലാണ് എനിക്കിഷ്ടം തോന്നുന്നത്. ഏത് പാർട്ടിക്കും ശക്തനായിട്ടുള്ളൊരു നേതാവ് വേണം. അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തതും അത് തന്നെയാണ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. പഴയ നേതാക്കളെ ഏറിൽ കയറ്റി പുതിയ നേതാക്കളെ പൊക്കിയടിക്കുന്നവരെ പ്രത്യേകം നോട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ബ്രദറാണോ സിസ്റ്ററാണോ എന്നതൊന്നും വിഷയമല്ല. അരസിയലിൽ ഇതൊക്കെ സഹജം. മാമ, ചേട്ടൻ്റെ സ്വഭാവം എനിക്കൊരു പ്രശ്നമല്ല. കാരണം ചേട്ടൻ എന്ന് പറയണല്ല നാളെ പറയാം. ആള് ഒരു 3-4 പാർട്ടി മാറി വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ അവകാശമില്ല. എന്റെ അമ്മയെ നാട്ടിച്ച്. വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ചില വിഷയങ്ങൾ പോലും ചിലരുടെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കുന്നുണ്ടാവും. ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ KPCC ഓഫീസിന്റെ ഫ്രണ്ടിൽ അവരുടെ മുടി മൊട്ടയടിച്ച് പോയ, വേദനയോടുകൂടി പോയ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഒരു പാർട്ടിയുടെ അംഗീകാരം കിട്ടാത്തതുകൊണ്ട് അവർക്ക് അത്രയും വിഷമത ഉള്ളതുകൊണ്ടായിരിക്കും അവരങ്ങനെ പ്രതികരിച്ചത്. എല്ലാവരും ആ രീതിയിലായിരിക്കും പക്ഷെ അതിന് നൽകിയ മറുപടി സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണ്. അല്ല, ഒരു സ്വകാര്യം ചോദിച്ചോട്ടെ, എന്തൊക്കെ ഭാരവാഹിത്വം ഉണ്ടായിരുന്നു പാർട്ടിയിൽ? ഞാൻ ഈ അംഗൻവാടി ഹെൽപ്പേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡൻ്റായിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി സംസ്ഥാന ഭാരവാഹിയായിരുന്നു. കൈത്തൊഴിലാളി സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു മഹിളാ കോൺഗ്രസിൻ്റെ. അവിടെ നിന്ന് ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു മഹിളാ കോൺഗ്രസിൻ്റെ. തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായിരുന്നു. പിന്നെ AICC മെമ്പർ. നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. ഇത്രയും ചുമതലകളൊക്കെ പാർട്ടി തന്നു. അപ്പോൾ പിന്നെ അവഗണിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? തന്നിട്ടുണ്ട്. എങ്ങനെ ഇരിക്കണം? പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ പിന്നെ കൂരായണ എന്നാണല്ലോ. ആവേശത്തിൽ ചാടി പാലത്തിൽ കയറിയിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കാൻ പറ്റാത്തവരും ഉണ്ടേ. ഞാനൊരു നേതാവല്ല. ഇപ്പോൾ ആ നേതാവിൻ്റെ ഓർമ്മയിലല്ല പോയത്. വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഇതിലൊരാളെ വിട്ടുപോയി, PC ജോർജിനെ അല്ലേ? അദ്ദേഹം ഇത് കാണുകയാണെങ്കിൽ എന്നെ അവഗണിച്ചല്ലോ എന്നൊരു പരാതി അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു അവസരത്തിൽ അങ്ങേക്കും പരിഗണനയുണ്ടാകും. എന്നാലും PC വിട്ടൊരു കളിയില്ല കേട്ടോ.